KSU ധർമ്മടം നിയോജക മണ്ഡലം പ്രസിഡന്റിനു നേരെ അക്രമം. കായലോട് ചാന്ദിനി ഹൌസിൽ വൈഷ്ണവ് മലപ്പിലായിക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി കായലോട് പെട്രോൾ പമ്പിനു സമീപത്തെ ഹോട്ടലിൽ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത്. തലയ്ക്കും വലത് കൈക്കുമാണ് പരിക്കേറ്റത്. ഹോട്ടലിൽ സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. CPM ബ്രാഞ്ച് സെക്രട്ടറി വി റിജേഷിന്റെ നേതൃത്വത്തിലുള്ള 2-അംഗ സംഘമാണ് അക്രമത്തിന് പിന്നിലെന്ന് പിണറായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വൈഷ്ണവിനെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് ആശുപത്രിയിലെത്തി ഇയാളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്തിവരികയാണ്. സംഭവത്തിന് പിന്നിൽ CPM ആണെന്ന് KSU ആരോപിച്ചു. ഹോട്ടലിലെ കസേരയും കുപ്പി ഗ്ലാസുമായി ആക്രമിക്കുകയായിരുന്നുവെന്ന് വൈഷ്ണവ് പറഞ്ഞു. ഞാനും എൻ്റെ ഫ്രണ്ട് രാഹുലുണ്ട്. രാഹുലും അതേപോലെ നമ്മുടെ KSUവിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആദിലും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാർ പോയതാണ്. അപ്പോൾ കായലോട് പെട്രോൾ പമ്പിന് സമീപം ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ കായലോട്. അപ്പോൾ അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് 2 ആൾക്കാർ DYFIൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ഒരു റിജേഷും മറ്റൊരാളും, മറ്റൊരാൾ പേരറിയില്ല, 2 ആൾക്കാർ അന്ന് കായലോട് നാളോ നീ കളിക്കുന്നത്, നിന്നെ കൊല്ലോടാന്ന് പറഞ്ഞാൽ ആദ്യം അടിച്ച് എന്നെ വലിച്ച് താഴേക്കിട്ട്, വലിച്ച് താഴേക്കിട്ടതിന് ശേഷം ഒരു ഇരുമ്പ് അടിച്ച് തലക്കടിക്കാൻ ശ്രമിക്കുന്നു. ഇരുമ്പ് അടിച്ച് തലക്കടിക്കുമാണ് കൈവച്ച് തന്നിട്ടാണ് കൈക്കൊരു പരിക്കേൽക്കുന്നത്. അതിനുശേഷം ഇവർ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, ആ ഗ്ലാസ് എടുത്ത് മേത്തേക്ക് എറിഞ്ഞ് അത് പൊട്ടി കൈക്ക് ചെറിയ പോറലുണ്ട്. അതിനുശേഷം ഇവർ ഒരാൾ വലിച്ചു കൊണ്ടുപോകാൻ നോക്കി. വലിച്ചു കൊണ്ടുപോകാൻ നോക്കിയതിനു ശേഷം അവിടെയുള്ള കസേരയെടുത്ത് തലക്കടിച്ച് അങ്ങനെയാണ് തലക്ക് പരിക്കേൽക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള നാട്ടുകാരെല്ലാം കൂടി പിടിച്ചു മാറ്റിയിട്ടാണ് ഇവർ പോകുന്നത്. ഇവർ പറയുന്ന മെയിൻ കാരണം കായലോട് വെച്ചതാണോ നീ കളിക്കുന്നത്, എനിക്ക് ശരിയാക്കി തരാം, നിന്നെ കൊല്ലോടാന്നാണ് പറയുന്ന കാര്യം. ഇതിൽ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് അഞ്ചരക്കണ്ടി സ്കൂൾ ഇലക്ഷൻ സമയത്ത് ഇതേപോലെ ആക്രമണം ഉണ്ടായിരുന്നു. ഞാനും KSUവിൻ്റെ ജില്ലാ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ദേവൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ആക്രമിച്ചതാണ്. ഗ്രാമിക ന്യൂസ് തലശ്ശേരി.